സ്റ്റേജ് പ്രോഗ്രാമാണോ കൂടുതൽ ഇഷ്ടം അതോ സിനിമയാണോ? സിനിമയാണ് കൂടുതൽ ഇഷ്ടം. സ്റ്റേജ് പ്രോഗ്രാമിൽ നമ്മളെ ചോറാണ്. കാരണം വെച്ചാൽ ഞാനൊരു മ്യൂസിക് ആർട്ടിസ്റ്റാണ്. കൊച്ചിൻ കലാപം ഒരു കൊച്ചിൻ സാഗരം നമ്മൾ പൊതുവെ ട്രൂപ്പിൽ കളിച്ചിട്ടുണ്ട്. ഒരു സ്റ്റേജ് പ്രോഗ്രാമിന് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അബിക്കയുടെ കൂടെ കുറെ വർക്ക് ചെയ്തിട്ടുണ്ട്. അബിക്കയുടെ കൂടെ ഒരു 4 വർഷം കളിച്ചു കൊച്ചിൻ സാഗരം. ഒരു 3 ഷൺമുഖൻ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. അബിക്ക മിമിക്രി എന്നങ്ങ് മാറ്റിയിട്ട് ഒരു സിനിമാറ്റിക് മോഡിൽ ഒരു സംഭവം വന്നിട്ടുണ്ട് സ്റ്റേജിൽ, സിനിമ മോഡിൽ. അപ്പോൾ ആ ടൈമിലാണ് പിന്നെ എല്ലാ മിമിക്രി ആർട്ടിസ്റ്റുകൾക്കും ഒരു ആഗ്രഹമുണ്ട് കൊച്ചിൻ കലാഭവനിൽ കളിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്ന കലാഭവനിൽ അതൊരു 4 വർഷം. പിന്നെ വേൾഡ് ടൂർ, അങ്ങനെ ടൂർ പോയി. ഞാനുള്ള സമയത്ത് അച്ഛൻ ഞാനോടൊപ്പം ജാഫ്രിക്ക ഞാനുണ്ട്, ഷാരോണൊക്കെ പോയി സമയം. ഇപ്പോഴും മിമിക്രി സ്റ്റേജിൽ ഇപ്പോഴും മിമിക്രി അല്ല മിമിക്രി ഇപ്പോൾ എനിക്ക് തോന്നുന്നു പണ്ട് രതീഷിനെ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്. ഞാനൊരു മുകേഷല്ലേ. ഇപ്പൊ അതിലേതെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ? മുകേഷിനെ വേണമെങ്കിൽ ചെയ്യാം. എന്തോന്നാണ് ഞാൻ ഏൽപ്പിച്ച കാര്യം എന്തായി? പിച്ചക്കാരി വന്നടേ, ഏൽപ്പിച്ച കാര്യം ഇടേ. ഞാനില്ലാത്ത സമയത്ത് എന്നെക്കുറിച്ച് സുഗന്ധവല്ലിയോട് പൊക്കി പറയുമെന്ന് പറഞ്ഞില്ലേ? അളിയന് ഒരു 50 രൂപ മേടിച്ചില്ലേ? നിങ്ങളുടെ അമ്മാവൻ ഓടിക്കും. ഇതൊക്കെ ഞാൻ സ്റ്റേജ് ഇത് മുകേഷ് ചേട്ടന് മുമ്പിൽ എപ്പോഴെങ്കിലും കാണിച്ചിട്ടുണ്ടോ? ഇല്ല, കാണിച്ചിട്ടില്ല. എനിക്കൊന്ന് രതീഷിനെയും പണ്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരു കണ്ടിട്ടുണ്ട് ഒരു പ്രോഗ്രാമില്. അല്ലെങ്കിൽ ആ ഒരു മോഡുലേഷൻ ഒക്കെ അധികം പേര് ചെയ്യാത്തതാണ്. അതൊന്ന് ഓർത്തെടുത്ത് ആ കമ്മീഷണറുടെ ഡയലോഗ്. കൽക്കാശിന്റെ കക്ഷി രാഷ്ട്രീയമല്ല മോഹൻ തോമസിന്റേത്. ചർക്കയിൽ നൂറ്റെടുത്ത കതിർകൊണ്ട് കോട്ടും കോണവും തൊപ്പിയും പാളത്താറും ധരിക്കുന്ന പഴയ രാഷ്ട്രീയക്കാരുടെ ദില്ലിയല്ല. കേരളം എന്ന ഇട്ടാവട്ടത്തിൽ ഒരു സാധാ പോലീസുകാരോട് തായം കളിക്കാൻ മോഹൻ തോമസ് തയ്യാറല്ല എന്നല്ല, താല്പര്യമില്ല. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. ഒരു മിമിക്രി ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ നിന്ന് സിനിമ ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലിലേക്ക് മാറിയപ്പോ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ മാറ്റം എന്താ? മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടും കുറവായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ലാതെ തന്നെ പോകും. അതൊക്കെയാണ് കൂടുതൽ മാറ്റം. പിന്നെ വീട്ടിലെ സന്തോഷ സമാധാനങ്ങളൊക്കെ കൂടുതലും. പിന്നെ 10 പേര് തിരിച്ചറിയും. അന്നൊക്കെ സ്റ്റേജ് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഉള്ളവർ മാത്രം കഴിഞ്ഞ് പിന്നെ അങ്ങ് പോയി പിന്നെ മറന്നു കളയുന്നു. ഈ TV മാധ്യമം TV ഒക്കെ വന്നാൽ പിന്നെ ഞാൻ കോമഡി സ്റ്റാർസ് മുതൽ തുടങ്ങില്ല. അതിന് കേരളത്തിലെ സകല ചാനലിലും ഒരു ടൈമിൽ ഞാൻ ഇപ്പോഴും പോകുന്നു, ഇപ്പോഴും ഫ്ലവേഴ്സ് ചെയ്യുന്നു. ഗസ്റ്റ് ആയിട്ട് വിളിക്കാൻ അവിടെ പോയി കളിക്കും, വിളിച്ചു പോകുന്നു. ഒരു കോമഡി പറഞ്ഞ് ഒരാളെ ചിരിപ്പിക്കുക ഒരു ജോലിയായിട്ട് ഒരാൾക്ക് വരുമ്പോൾ അത് ശരിക്കും എത്രത്തോളം വെല്ലുവിളി ഉണ്ട് ആ ഒരു കാര്യത്തിന് ഇപ്പം നിലവിലത്തെ സാഹചര്യത്തിൽ? ഇപ്പോൾ ഈ റിയാലിറ്റി ഷോ കൂടുതലാണ്. പണ്ട് റിയാലിറ്റി ഷോ, ഞാൻ റിയാലിറ്റി ഷോയിലാണ് പറഞ്ഞത്, കോമഡി സ്റ്റാർസിലാണ്. ഇപ്പോൾ റിയാലിറ്റി ഷോ ഇപ്പം എന്നോട് പറഞ്ഞു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇപ്പോൾ എല്ലായിടത്തും 2 പേര് വെച്ച് 3 പേര് വെച്ചൊക്കെ ഓരോ ചാനലിൽ പോകുന്നത്. ഞാൻ പറഞ്ഞു റിയാലിറ്റി ഷോയിൽ മത്സരിക്കാൻ ഞാനില്ല. കാരണം ഇപ്പോൾ വരുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ നല്ല പ്രഗത്ഭരായ ആർട്ടിസ്റ്റുകളാണ്. ടീമിനെ അടിച്ചിരിക്കുന്ന രീതിയിലുള്ള അതിനകത്തൊക്കെ ഇനി 1ാം ക്ലാസ്സിൽ നിന്ന് ഇനി കോളേജിൽ പഠിച്ചിട്ട് 1ാം ക്ലാസ്സിൽ പോയിരിക്കാൻ താല്പര്യമില്ല. ഈ ദൃശ്യം ഞാൻ TV ഷോകളാണ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിരുന്നത്. പെട്ടെന്നാണ് ദൃശ്യം എന്ന സിനിമയിലേക്ക് വന്നത്. അതിലാണോ കൂടുതൽ റീച്ചായ? ദൃശ്യം വന്നപ്പോഴാണോ? ഏതിലാണ്? TV സീരിയലിലാണോ ദൃശ്യത്തിലായിരുന്നു? കാരണം ദൃശ്യം കഴിഞ്ഞപ്പോൾ ചേട്ടനൊരു എല്ലാവരും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നു. OTT-യിലായിരുന്നു ദൃശ്യം 2 റിലീസായത്. പക്ഷെ എങ്കിൽ പോലും ചേട്ടൻ്റെ കഥാപാത്രം ഭയങ്കരമായിട്ട് എല്ലാവരും പെട്ടെന്ന് ഇങ്ങനെ ഒരാൾ പെട്ടെന്ന് അതിലേക്ക് മാറി. ജിത്തു ജോസഫ് അത്രയും വലിയൊരു മനുഷ്യൻ, അങ്ങനെ ഒരു കഥാപാത്രം ചേട്ടൻ തന്നത്. അപ്പോൾ അതെങ്ങനെയായിരുന്നു? ഏതായാലും കൂടുതൽ ചേട്ടനെ സഹായിച്ചിട്ടുള്ളത്? എനിക്ക് ദൃശ്യം 2 ആണ്. കാരണം കൂടുതൽ ആൾക്കാരെന്നെ തിരിച്ചറിയാനും TV-യിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അതിനും ഞാൻ നല്ല വൈറലായിട്ട് കുറേ സ്കിറ്റുകൾ തന്നെയാണ്. കുട്ടൻ ചേട്ടൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. അത് ഞാൻ ചെയ്തു. ചേട്ടൻ്റെ ഫോട്ടോ ഇല്ല, ചേച്ചി വേറെ മൂഡിലാണ്. അതൊക്കെ ഞാൻ ചെയ്തു. അത് ആദ്യമേ വൈറലായ സാധനങ്ങളാണ്. പക്ഷെ അതിൽ കൂടുതൽ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർ കൂടുതലും സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ ഉദ്ഘാടനങ്ങളായി. പിന്നെ എല്ലായിടത്തും ചെല്ലുമ്പോൾ ഈ പൊന്നാടി
കാര്യമായിട്ടൊന്നും കിട്ടുന്നു. കൂടുതലും നമ്മളെ ആ ഏരിയയിലൊക്കെ ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസം 2-3 സ്ഥലത്ത് പോയി. അത് പൊന്നാടെ ആരംഭിച്ചങ്ങോട്ട് ഞാൻ ഇപ്പൊ ദൂരെയൊക്കെ ഉള്ളതാണ്. ഞാൻ പറയും നമ്മളെ വണ്ടി ഓടിക്കണേ ചിലരുമായി പൈസ തരും. എന്നാലും നമ്മളെ നിർബന്ധിച്ച് അങ്ങനെ ചോദിക്കും. പൊന്നാട കാരണം വീട് മാറും. ഒരു അലമാര മറിച്ച് പൊന്നാട്